വലിയ ലോറിയിൽ വലിയ ലോഡുമായി ഒരു സഹോദരൻ കടന്നു ചെല്ലുകയാണ്. വലിയൊരു കയറ്റം ഇറങ്ങുകയാണ്. ഇനി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. ബ്രേക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അതാ ഒരു ചെറിയ തെന്നൽ മതി ആ ലോറി വലിയ ആഴങ്ങളിലേക്ക് പതിക്കാൻ. ഈ സഹോദരൻ എന്നും ശൈഖുനാന്റെ പേരിൽ ഫാത്തിഹ ഓതുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. വേറെ ഒന്നും നോക്കിയില്ല. വിളിച്ചു ശൈഖുനാ മടവൂർ. ഒറ്റ വിളിയാണ്. ആ വിളി കേട്ടു മടവൂരിൽ നിന്ന് മഹാനായ ശൈഖുനാ മടവൂർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ലോറിയതാ ഒരു അപകടവും സംഭവിക്കാതെ ഒരു മരത്തിന് പോയി ചാരി അങ്ങ് നിൽക്കുകയാണ്. യാതൊരു ശരീരത്തിനൊരു പോറലും ഏൽക്കാതെ ആ സഹോദരൻ സുന്ദരമായ ആ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ, വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ നമുക്കും അവിടുത്തെ മദദ് ലഭിക്കും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മുസ്ലിയാർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇവിടെ ഈ മുസ്ലിയാക്കന്മാരുടെ ദൈവം, റബ്ബ്, ഇലാഹ് അത് CM മടവൂരാണോ? ഈ മടവൂരാനോട് പറഞ്ഞത് കൊണ്ട് മടവൂരാനാണ് ആ ലോറി രക്ഷപ്പെടുത്തിയത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അള്ളാഹ്ക്കൊരു പണിയില്ലേ മൗലിയാക്കന്മാരെ? എന്ത് നോണയാണ് നിങ്ങൾ ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ജാറ വ്യവസായത്തിൻ്റെയും മയ്യത്ത് വ്യാപാരത്തിൻ്റെയും കബറ് വ്യാപാരത്തിൻ്റെയും ഒക്കെ ആ ഒരു ബിസിനസ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോകളാണ് ഇതൊക്കെ. ഇവർ മാർക്കറ്റ് ചെയ്യുകയാണ്. മയ്യത്ത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉറൂസ് നടത്തിക്കൊണ്ട് അവിടെ മറ്റുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇവർ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. പച്ച ഷിർക്കാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു മയ്യത്ത്, ഇനി മരിച്ചതാവട്ടെ മരിക്കാത്തതാവട്ടെ, ഒരു ലോറിക്ക് നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ചെയ്യാനുള്ളത് എന്താണ്? അത് നിയന്ത്രണ വിധേയമാക്കുക, നന്നായിട്ട് അത് ഗിയർ ഡൗൺ ചെയ്തിട്ടോ, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തിട്ടൊക്കെ അത് നല്ല രീതിയിൽ എവിടെയെങ്കിലും നിർത്താൻ ശ്രമിക്കാം. അല്ലാത്ത സ്ഥിതിക്ക് പടച്ച തമ്പുരാനോട് പറയുക എന്നുള്ളത് മാത്രമാണ്. CM മടവൂരിന് കഴിയൂല ചങ്ങായിയെ. CM മടവൂരിന് ഒരു വണ്ടി ഓട്ടാൻ പോലും അറിയില്ല. CM മടവൂർ ഏതോ കാറിൽ മയ്യത്ത് പോലെ കടന്നുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. മയ്യത്ത് വ്യാപാരത്തിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള ഖബർസ്ഥാനുകളും അവിടെയുള്ള, നമ്മുടെ നാട്ടിലും ഖബർസ്ഥാനുകളൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊന്നാരങ്ങളൊക്കെ പലരും കാണിക്കാറുണ്ട്. എന്നാൽ യഥാവിധി ഇസ്ലാമിക ഖബർസ്ഥാനുകൾ എങ്ങനെയാവണം? അത് ഏത് ഔലിയക്കാക്കി ആയാലും വേണ്ടില്ല, ഏത് ശുജായി ആയാലും വേണ്ടില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സെറ്റപ്പാണ് ഖബറിനുള്ളത്. ഖബറിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പാണെങ്കിൽ ഖബറിൻ്റെ മേലേക്ക് ഒറ്റ സെറ്റപ്പ് തന്നെ ഉള്ളൂ. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉയർന്നു നിൽക്കുന്നതൊക്കെ തട്ടി നിരപ്പാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, പൊളിച്ച് കളയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കേരളത്തിലെ ഈ കാണുന്ന ജാറങ്ങളെല്ലാം പൊളിക്കുന്ന ആ ഒരു സുദിനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇസ്ലാമിക ഖബറുകൾ എങ്ങനെയാണ് എന്നുള്ള ഒരു സഹോദരൻ്റെ നല്ല രസകരമായ വാക്കുകളോട് കൂടിയ ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ ബാക്കിൽ കാണിക്കാനുള്ളത്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇതാണ് അവസ്ഥ. ഇവിടെ ഒരു അർജൻറ്റും ഇല്ല, ഒരു അതിരുതർക്കല്ല, ഒരു വിഷയമല്ല. ഇതിൽക്ക് ഇനി യാതൊരുവിധ പ്ലാനിങ്ങും തിരക്കൊന്നുമില്ല. കാത്തു നിൽക്കുകയാണ്. ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ച് ഇതിനൊരു തീരുമാനമാകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ. നമ്മളെക്കാട്ടിലും സെറ്റപ്പും പ്രതാപവും അർജൻറ്റും ബിസിയും ഒക്കെ അതിന് ആളുകളാണ്. ഇതേ സ്ഥലത്തേക്ക് നമുക്കും വന്നിങ്ങനെ കാത്തു നിൽക്കണം. ഇവർക്കൊന്ന് ഈ ദുനിയാവൊന്ന് അവസാനിച്ച് ഇതിനൊരു വിചാരണ തുടങ്ങിയെങ്കിൽ എന്ന് കരുതി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇവരെ യാതൊന്നും ബാധിക്കണില്ല. LDF, UDF, മോഡിയോ, ട്രംപോ, നെതന്യാവോ ആ ഒരു അതിലൊന്നുമല്ല ബല ടെൻഷൻ. സ്വന്തം നഫ്സിൽ അവനാൻ ചെയ്ത നന്മ തിന്മകൾ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള സെറ്റപ്പിന് പണിയെടുത്തോളി. പറയണ ഞാനും കേൾക്കണ നിങ്ങളൊക്കെ ഇതാണ് നമ്മളെ അവസാനത്തെ വീട്. ഇവിടെ അങ്ങനെ വന്ന് കാത്ത് കെട്ടിക്കിടക്കണം നമ്മൾ. ഇവിടേക്കൊന്നും വന്നു നോക്കാനും വരാനും നോക്കാനൊന്നും ഇന്നത്തെ തലമുറ എന്നല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകണവർക്ക് യാതൊരു ഒഴിവുമില്ല. കാരണം 2 GB 3 GB ഒക്കെ നെറ്റ് തീരുമെങ്കിൽ അതിന് തന്നെ ഇവിടെ ഒഴിവില്ല.